ഹായ്, എൻ്റെ പേര് ദിവ്യ. ഞാൻ പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BDM ആയിട്ട് വർക്ക് ചെയ്യുന്നു. പല സ്റ്റുഡൻസിന്റെയും ഒരു ഡൗട്ടാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം എന്താണ് എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ഒരു സ്റ്റുഡന്റ് ഏൺ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ്സിനെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കിട്ടാതെ പോയ ക്രെഡിറ്റ്സിന് ആനുപാതികമായ പേപ്പർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ UGC AICT അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് എന്താണെന്നൊരു ഡൗട്ട് വന്നില്ലേ? എല്ലാ യൂണിവേഴ്സിറ്റികളും ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ്സ് നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റും ആ ടീച്ചറും എടുക്കുന്ന ആ സബ്ജക്റ്റിന് എടുക്കുന്ന ഹവേഴ്സ്, എഫേർട്ട് എന്നിവയെ ബേസ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സ്റ്റഡി പ്രോസസ് കുറച്ചുകൂടി ഈസി ആക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിലൂടെ ഒരു സ്റ്റുഡന്റിന് അവന്റെ അക്കാഡമിക് ഗോൾ ഈസി ആക്കുന്നതിനും സ്റ്റഡി ടൈം കുറയ്ക്കുന്നതിനും സഹായകമാകും. ഒരു വിദ്യാർത്ഥിയുടെ എക്സ്പീരിയൻസും എഫേർട്ടും മാനിച്ച് അവരുടെ എഡ്യൂക്കേഷണൽ ജേർണി കൂടുതൽ ഈസി ആക്കുന്ന ഒരു മോഡേൺ എഡ്യൂക്കേഷണൽ മെത്തേഡ് കൂടിയാണിത്. ഇനി നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാം. ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി ആദ്യം തന്നെ പ്രീവിയസ് യൂണിവേഴ്സിറ്റിയും പഠിച്ച കോഴ്സും അപ്രൂവൽ ആണോ എന്ന് ഉറപ്പുവരുത്തണം. റൂൾ നമ്പർ 2, വിദ്യാർത്ഥി മുമ്പ് പഠിച്ച സബ്ജക്റ്റിന്റെ മാർക്സ്, സിലബസ്, ലേണിംഗ് ഹവേഴ്സ് എന്നിവ പുതിയ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് റൂൾസുമായിട്ട് മാച്ച് ആകണം. മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം സാധ്യമല്ല. ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നതിനായി ഒരു വിദ്യാർത്ഥിയുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ഷീറ്റ് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലെ വെരിഫിക്കേഷൻ ആൻഡ് അറ്റസ്റ്റേഷനെ കുറിച്ചായിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.